പ്രശസ്ത സിനിമ സീരിയൽ നടൻ ശ്രീനാഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോതമംഗലത്തെ ഹോട്ടൽ മുറിയിലാണ് കണ്ടെത്തിയത്. കോതമംഗലത്ത് ഷിക്കാരി എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗിന് എത്തിയതായിരുന്നു ശ്രീനാഥ്. കൈയിലെ ഞരമ്പ് മുറിച്ച നിലയിലാണ് ഹോട്ടൽ ജീവനക്കാർ ശ്രീനാഥിനെ ഇന്ന് രാവിലെ കണ്ടെത്തിയത്. പത്മകുമാർ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമായ ഷിക്കാരിൽ അഭിനയിക്കാൻ 5 ദിവസം മുൻപാണ് ശ്രീനാഥ് കോതമംഗലത്തെത്തിയത്. സിനിമാ രംഗത്ത് അവസരങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് സീരിയൽ രംഗത്തേക്ക് ചൂടുമാറ്റിയ ശ്രീനാഥ് ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സിനിമയിലെത്തുന്നത്. സിനിമയിൽ സജീവമാകുന്ന സന്തോഷത്തിലായിരുന്നു ശ്രീനാഥ് എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ഇത് എന്ത് പറയാൻ പറ്റും, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഷോക്കിംഗ് ആണ്, വിഷമാണ്, സങ്കടമാണ്, അല്ല എന്താ പറയാ. രാവിലെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് സംശയം തോന്നിയ ജീവനക്കാർ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുമ്പോഴാണ് രക്തം വാർന്ന നിലയിൽ ശ്രീനാഥിന്റെ മൃതദേഹം കണ്ടത്. കോതമംഗലം ബെസേലിയോസ് ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ചു. വിവരമറിഞ്ഞ് വൻ ജനാവലിയും സംഭവസ്ഥലത്തെത്തിയിരുന്നു. നടന്മാരായ മോഹൻലാൽ, ലാലു ലക്സ്, കലാഭവൻ മണി തുടങ്ങിയവരും സംവിധായകൻ പത്മകുമാറും ആശുപത്രിയിലെത്തിയിരുന്നു. നല്ലൊരു നടനായിരുന്നു, നടനിലുപരി നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് ശ്രീനാഥിന്റെ ജീവിതത്തിൽ ഉരുണ്ടുകൂടി. അതുകൊണ്ടാണെന്നാണ് എനിക്ക് ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്. പ്രാഥമിക അന്വേഷണത്തിൽ ആത്മഹത്യയാണെന്ന് തെളിഞ്ഞതായി പോലീസ് അറിയിച്ചു. മനോരമ ന്യൂസ്.